ഹൈ ഓൾ വെൽക്കം ടു ഏസ് യുവർ എക്സാംസ്. ഈ വീഡിയോയിൽ റിഗ്രഷൻ അനാലിസിസ് ഇൻ എക്സൽ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റിഗ്രഷൻ അനാലിസിസ് നടത്തുക. സോ ഫസ്റ്റ് തന്നെ എന്താണ് റിഗ്രഷൻ അനാലിസിസ് നോക്കാം. റിഗ്രഷൻ അനാലിസിസ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി നടത്തുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. So it helps to understand how one variable, that is dependent variable, changes when another independent variable changes. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മാറ്റം സംഭവിക്കുക എന്ന് മനസ്സിലാക്കുന്ന ഒരു മെത്തേഡാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയൊക്കെ ബിസിനസ്സിൽ യൂസ് ചെയ്യാം. ഒന്ന് സെയിൽസ് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിലുള്ള സെയിൽസ് നമുക്ക് ഇപ്പോഴേ മനസ്സിലാക്കാനായിട്ട്. ദെൻ അതുപോലെ തന്നെ ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഫ്യൂച്ചറിലേക്കുള്ള ഡിമാൻഡ് എത്ര ഉണ്ടാവുമെന്ന് ഏകദേശം ഒരു കണക്കൂട്ടാൻ. ദെൻ മാർക്കറ്റിംഗ് എഫക്റ്റീവ്നെസ്, നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് പ്രൊമോഷൻസ് ഒക്കെ എങ്ങനെയാണ് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ കോസ്റ്റ് അനാലിസിസ്, ദാറ്റ് ഈസ് കോസ്റ്റ് ഔട്ട്പുട്ട് അനാലിസിസ് നോക്കാം. ദെൻ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, ദാറ്റ് ഈസ് പ്രെഡിക്ട്സ് ഫ്യൂച്ചർ റവന്യൂ ആൻഡ് എക്സ്പെൻസസ്. ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഒരു കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാവും, റവന്യൂ ഉണ്ടാവും, എക്സ്പെൻസസ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെയുള്ളൊരു അനാലിസിസ് നടത്താം. ദെൻ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ഓൾസോ പെർഫോമൻസ് ഇവാലുവേഷൻ, ദാറ്റ് ഈസ് ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് ഇവാലുവേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് റിഗ്രഷൻ അനാലിസിസ് ബിസിനസ്സിൽ യൂസ് ചെയ്യാം. സോ ആദ്യത്തെ നമ്മൾ നോക്കുന്ന ഒരു ടെക്നിക്കാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിഗ്രഷൻ അനാലിസിസ് ആണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. So simple linear regression is a statistical method used to show the relationship between two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി നടത്തുന്ന റിഗ്രഷൻ അനാലിസിസിനെയാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. രണ്ട് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും, അനദർ വൺ ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. സോ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഫിറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ടു പ്രെഡിക്റ്റ് വൈ ഫ്രം എക്സ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റ് ചെയ്യും, അതിൽ നിന്ന് നമ്മൾ എക്സിൽ നിന്നും വൈനെ പ്രെഡിക്റ്റ് ചെയ്യും. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സെയിൽസ് അഡ്വർടൈസ്മെൻറ്റിലൂടെ എത്രത്തോളം സെയിൽസ് വരുന്നു എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എസ്റ്റിമേറ്റ് ഡിമാൻഡ് ഫ്രം പ്രൈസ്, ഫോർകാസ്റ്റ് പ്രോഫിറ്റ്, അനലൈസ് പെർഫോമൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്യാം. മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, നമുക്ക് സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഹെൽപ്സ് ഇൻ പ്രഡിക്ഷൻ, യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ലിമിറ്റേഷൻ ഇൻക്ലൂഡ്സ് ഓൺലി വർക്ക് ഫോർ ലീനിയർ റിലേഷൻഷിപ്പ്. ലീനിയർ റിലേഷൻഷിപ്പ് ഉള്ള ഡാറ്റകൾ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. ദെൻ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയൊക്കെ വന്നാൽ അക്യുറേറ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല. ദെൻ അനദർ വൺ ആണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ വെയർ one dependent variable is predicted using two or more independent variables. രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൽ നിന്നും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ പ്രിഡിക്റ്റിംഗ് സെയിൽസ് ബേസ്ഡ് ഓൺ അഡ്വർടൈസ്മെൻറ്റ് പ്രൈസ് ഇൻകം. കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ് പ്രൈസ് ഇൻകം ഇതൊക്കെ ബേസ് ചെയ്തിട്ട് സെയിൽസിനെ പ്രിഡിക്റ്റ് ചെയ്യുക. അപ്പോൾ സെയിൽസ് ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അഡ്വർടൈസ്മെൻറ്റ്സും പ്രൈസ് ഇൻകം ഇതെല്ലാം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ആണ്. സോ ഇതിനും കുറേ യൂസസ് ഉണ്ട്. പ്രഡിക്ഷൻ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, മാർക്കറ്റിംഗ് അനാലിസിസ്, കോസ്റ്റ് പ്രോഫിറ്റ് എസ്റ്റിമേഷൻ എക്സെട്ര. ദെൻ അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡ്സ് മോർ റിയലിസ്റ്റിക് ആണ്, ദാറ്റ് ഈസ് സിമ്പിൾ ലീനിയർ റിഗ്രഷനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. ബെറ്റർ അക്യുറസി കിട്ടും, റിസൾട്ട് കൂടുതൽ അക്യുറേറ്റ് ആയിരിക്കും. ദെൻ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിമിറ്റേഷൻസ് ഇൻക്ലൂഡ്സ് മോർ കോംപ്ലക്സ് ടു കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് ആണ്. ആൻഡ് ഇറ്റ് റിക്വയർസ് മോർ ഡാറ്റ. എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് രണ്ടിലധികം വേണം. സോ മോർ ഡാറ്റ റിക്വയർഡ്. ദെൻ മൂന്നാമത്താണ് പോളിനോമിയൽ റിഗ്രഷൻ. പോളിനോമിയൽ റിഗ്രഷൻ ഈസ് യൂസ്ഡ് വെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ഈസ് നോട്ട് സ്ട്രെയിറ്റ് ലൈൻ ബട്ട് എ കർവ്. ദാറ്റ് ഈസ് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകാതെ ഒരു കർവ്ഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള റിഗ്രഷനെയാണ് പോളിനോമിയൽ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഫിറ്റ്സ് എ കർവ്ഡ് ലൈൻ. നമ്മൾ ലീനിയർ റിഗ്രഷൻസ് രണ്ട് കേസിലും സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു ഫിറ്റ് ചെയ്യുക. ഇവിടെ ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് എ കർവ്ഡ് ലൈൻ. ദെൻ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ അഡ്വർടൈസിങ് കോസ്റ്റും സെയിൽസും. ഓക്കെ, സോ അഡ്വർടൈസിങ് കോസ്റ്റിൽ ആദ്യം യൂസ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് എത്രയാണോ കോസ്റ്റ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് സെയിൽസ് കൂടിക്കൊണ്ടിരിക്കും. ഒരു ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രോത്ത് കുറയും. സോ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് പോളിനോമിയൽ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് സെയിൽസ് വേഴ്സസ് അഡ്വർടൈസിങ്, ദെൻ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്,
ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ്, പ്രോഫിറ്റ് ഒപ്റ്റിമൈസേഷൻ, ഇതിനൊക്കെ ഇത് യൂസ് ചെയ്യാം. അഡ്വാൻറ്റേജസ്, ഇറ്റ് ഈസ് ബെറ്റർ ഫിറ്റ് ഫോർ കേർവ്ഡ് ഡാറ്റ. കേർവ്ഡ് ഡാറ്റ വരുവാണെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് പോളിനോമിയൽ റിഗ്രഷനാണ്. ദെൻ മോർ അക്യുറേറ്റ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ലിമിറ്റേഷൻസ്, ക്യാൻ ഓവർ ഫിറ്റ് ഡാറ്റ, ദാറ്റ് മീൻസ് ഭയങ്കര കോംപ്ലക്സ് ആണ്. ദെൻ ഹാർഡ് ടു ഇൻ്റർപ്രറ്റ്, ആൾക്കാരെ മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കുറച്ച് ഹാർഡാണ്. ദെൻ നമ്മളിത് എങ്ങനെയാണ് എക്സലിൽ ഇതിൻ്റെ യൂസ് വരുന്നത്, അല്ലെങ്കിൽ എക്സലിൽ എങ്ങനെയാണ് റിഗ്രഷൻ അനാലിസിസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം 1-2 എക്സാമ്പിൾസ് നമുക്ക് എക്സൽ ഷീറ്റിൽ ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും 1 ഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ നോക്കുന്നതാണ്. സോ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് y = a + b x എന്നുള്ളതാണ്. സോ a എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ് ആണ്, b എന്ന് പറയുന്നത് സ്ലോപ്പാണ്. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്, ഇൻ്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ്. സോ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സലിൽ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ വാല്യൂസ്, പ്രെഡിക്റ്റഡ് വാല്യൂസ് കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് നമ്മളുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് പ്രിപ്പയർ യുവർ ഡാറ്റ ഇൻ എക്സൽ. നമുക്ക് വേണ്ട ഡാറ്റ എക്സലിൽ പ്രിപ്പയർ ചെയ്യാം. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡാറ്റയും ഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഡാറ്റയും ആയിരിക്കും ഉണ്ടാവുക. ദെൻ അത് യൂസ് ചെയ്തിട്ട് സ്കാറ്റർ പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുക. സ്കാറ്റർ പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കോളംസ് സെലക്ട് ചെയ്യുക. ദെൻ ഇൻസേർട്ടിൽ പോവുക, സ്കാറ്റർ പ്ലോട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഏത് ചാർട്ടാണോ വേണ്ടത് അതിൽ ഫസ്റ്റ് ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 3, ആഡ് റിഗ്രഷൻ ലൈൻ. പ്ലോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റിഗ്രഷൻ ലൈനാണ് വരയ്ക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ആ പ്ലോട്ടിൽ നമ്മളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ട്രെൻഡ് ലൈൻ കൊടുക്കുക. ദെൻ അതിൽ ലീനിയർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടും. ദെൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടും. ദെൻ ഓൾട്ടർനേറ്റീവ് മെത്തേഡായിട്ട് നമുക്ക് വാല്യൂസ് ഡയറക്റ്റ് ആയിട്ടാണ് കിട്ടണമെങ്കിൽ സ്ലോപ്പ് അതുപോലെ തന്നെ ഇൻ്റർസെപ്റ്റ് എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ b ആണ് കിട്ടുക. സോ സ്ലോപ്പ് = സ്ലോപ്പ് ബ്രാക്കറ്റിൽ y റേഞ്ച്, x റേഞ്ച് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻ്റർസെപ്റ്റിനാണെങ്കിൽ = ഇൻ്റർസെപ്റ്റ് ബ്രാക്കറ്റിൽ y റേഞ്ച്, x റേഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ a ആൻഡ് b കിട്ടും. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് പ്രെഡിക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് y ആണ്. y കിട്ടണമെങ്കിൽ = a + b × x ആണ് ചെയ്യേണ്ടത്. സോ ആ ഫോർമുല നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഒരു കോളത്തിൽ = a + b × x ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റഡ് വാല്യൂ കിട്ടും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് എക്സലിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. ദെൻ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ, അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡാറ്റ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് വേണ്ട ഡാറ്റയൊക്കെ എക്സൽ ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഡിപെൻഡൻറ്റ് വേരിയബിൾ y ആയിട്ടും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് x1, x2, x3 ആയിട്ടും കാണിക്കുക. ഓക്കെ, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. സെയിൽസ് ഡിപെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് പ്രൈസ് ആൻഡ് ആഡ്സ് x1, x2 ആയിട്ടും കാണിക്കുന്നു. ദെൻ ഡാറ്റ അനാലിസിസ് ടൂൾ പാക്ക് ഇനേബിൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഫയലിൽ ഓപ്ഷൻസിൽ ആഡിൻസ് ഉണ്ട്. ആഡിൻസിൽ സെലക്ട് എക്സൽ ആഡിൻസ്, ദെൻ അനാലിസിസ് ടൂൾ പാക്ക്. ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഡാറ്റ അനാലിസിസ് ടൂൾ പാക്ക് ഇനേബിൾ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഓപ്പൺ റിഗ്രഷൻ ടൂൾ, അതിൽ നമ്മൾ ഡാറ്റ ടാബിൽ ഡാറ്റ അനാലിസിസ് കിട്ടും. സോ റിഗ്രഷൻ ചൂസ് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇൻപുട്ട് റേഞ്ചസ് കൊടുക്കുക. എക്സിൻ്റെ റേഞ്ചസ് എത്രയാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് റേഞ്ചസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. y റേഞ്ച് ആൻഡ് x റേഞ്ച് സെലക്ട് ചെയ്യുക. ദെൻ ലേബൽസ് ടിക്ക് കൊടുക്കുക. നമുക്ക് ഔട്ട്പുട്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ പുതിയ വർക്ക്ഷീറ്റിലോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിലോ റിസൾട്ട് കിട്ടുന്നതാണ്. ദെൻ ലാസ്റ്റ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ സിമ്പിളാണ്. പോസിറ്റീവ് കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്, നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. സോ ഇതാണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഇത് എക്സൽ ഷീറ്റിൽ എങ്ങനെയാണ് റിഗ്രഷൻ അനാലിസിസ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ചെയ്യുന്നത് നോക്കാം. സോ ഞാനിവിടെ ഡാറ്റ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടും y ഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡാറ്റ സെലക്ട് ചെയ്യുക. ദെൻ ഇൻസേർട്ടിൽ സ്കാറ്റേർഡ് പ്ലോട്ട് ഉണ്ടാവും. സ്കാറ്റേർഡ് പ്ലോട്ടിൽ നമുക്ക് വേണ്ട പ്ലോട്ട് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ട്രെൻഡ് ലൈൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ട്രെൻഡ് ലൈൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലോട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ആഡ് ട്രെൻഡ് ലൈൻ കിട്ടും. ആഡ് ട്രെൻഡ് ലൈൻ കൊടുക്കുക. ദെൻ അത് ലീനിയർ ഓൾറെഡി സെലക്റ്റഡ് ആണ്, ലീനിയർ സെലക്ട് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ നമുക്ക് താഴെ കൊടുത്താൽ ഡിസ്പ്ലേ ഇക്വേഷൻ ഓൺ ചാർട്ട് കൊടുക്കുക. സോ ഇക്വേഷൻ ഓൾറെഡി അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരികയും ചെയ്യും. സോ ഇത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു
സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ ചാർട്ട് കിട്ടും. ഓക്കെ, ഇതാണ് നോർമലി അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് ലീനിയർ റിഗ്രഷൻ, സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്. ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ചെയ്യാനായിട്ട് നമുക്ക് സെയിം ഡാറ്റ തന്നെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ സ്ലോപ്പ് ആൻഡ് ഇൻ്റർസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രെഡിക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് സ്ലോപ്പാണ്, എ ഇൻ്റർസെപ്റ്റ്, ദെൻ പ്രെഡിക്റ്റഡ് വാല്യൂ കിട്ടണമെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എക്സ് വേരിയബിൾ. ഓക്കെ, അതാണ് കൊടുക്കേണ്ടത്. നമുക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നോക്കാം. സ്ലോപ്പിനും ഇൻ്റർസെപ്റ്റിനും ഇക്വേഷൻസ് ഇതിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഓൾറെഡി ഉള്ള ഇക്വേഷനും കൊടുത്താൽ മതി. ഈക്വൽ ടു സ്ലോപ്പ്. ഓക്കെ, ദെൻ ആദ്യം വൈ വേരിയബിൾ കോമ എക്സ് വേരിയബിൾ. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നമുക്ക് സ്ലോപ്പിൻ്റെ വാല്യൂ കിട്ടും. പിന്നെ ഇൻ്റർസെപ്റ്റ് അതുപോലെ തന്നെ ഈക്വൽ ടു ഇൻ്റർസെപ്റ്റ് വൈ വേരിയബിളിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യുക, എക്സ് വേരിയബിളിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നമുക്ക് ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂവും കിട്ടും. ദെൻ നമുക്കിനി പ്രെഡിക്റ്റഡ് വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. പ്രെഡിക്റ്റഡ് വാല്യൂവിന് ഡയറക്റ്റ് ഈക്വേഷൻ കൊടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എക്സ്. ഓക്കെ, സോ നമുക്കിവിടെ പ്രെഡിക്റ്റഡ് വാല്യൂ ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഗ്രാഫിക്കലാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം വേണ്ട ഡാറ്റ എൻ്റർ ചെയ്യുക, ദെൻ ഇൻസേർട്ടിൽ സ്കാറ്റേർഡ് പ്ലോട്ട് എടുക്കുക. അതിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള പ്ലോട്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ടിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.